ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിലെ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുന്ന മലയാള സെൻറ്റൻസുകളാണ്. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ്. വളരെ ഡീറ്റെയിൽ വീഡിയോ ആണ്. കുറച്ച് ലെങ്ത്തുള്ള സെൻറ്റൻസുകളാണ്. അതുപോലെ തന്നെ ടൈമുമായി ബന്ധപ്പെട്ട് കുറച്ച് സെൻറ്റൻസുകളൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് തരും. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ടൈമുമായി ബന്ധപ്പെട്ട സെൻറ്റൻസ് പറയാം. ഇപ്പം നമ്മൾ കൃത്യസമയം പറഞ്ഞിട്ട് ഞാൻ അവിടെ എത്തി, അല്ലെങ്കിൽ ഞാൻ ആ സമയം ആകുമ്പോഴേക്കും ഇവിടെ എത്തും, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, 6 മണിക്ക് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. 6 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതൊരു കൃത്യസമയമാണല്ലോ. ഇവിടെ പാസ്റ്റ് ആണ്. ഐ ലെഫ്റ്റ് ഹോം. ഐ ലെഫ്റ്റ് ഹോം അറ്റ് 6 o'clock. ഐ ലെഫ്റ്റ് ഹോം അറ്റ് 6 o'clock. ഞാൻ 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി. ഓക്കെ, 9 മണിക്ക് ഞാൻ ടൗണിലെത്തി. അല്ലേ, 9 മണിക്ക് ഞാൻ ടൗണിലെത്തി. ഇതും കൃത്യസമയമാണ്. അപ്പൊ എങ്ങനെ പറയാ? ഐ റീച്ച്ഡ് ടൗൺ അറ്റ് 9 o'clock. ഐ റീച്ച്ഡ് ടൗൺ അറ്റ് 9 o'clock. അല്ലെ, എവിടെയോ കൃത്യസമയം പറയുന്നവിടൊക്കെ നമ്മൾ അറ്റ് യൂസ് ചെയ്ത് വേണം പറയാനായിട്ട് കേട്ടോ. 12 മണിക്ക് ഞാൻ ട്രെയിൻ കയറി. 12 മണിക്ക് ഞാൻ ട്രെയിൻ കയറി. ട്രെയിൻ കയറുക ഗോട്ട് ഓൺ. അതായത് ഇവിടെ പാസ്റ്റ് ആണ്. കയറി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഗോട്ട് ഓൺ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഗെറ്റ് ഓൺ. അല്ലേ, ട്രെയിന്, ബസ് അതുപോലെയുള്ള വലിയ വാഹനങ്ങളൊക്കെ കയറുന്നതിന് നമ്മൾ ഗോട്ട് ഓൺ എന്ന് യൂസ് ചെയ്യും. ഐ ഗോട്ട് ഓൺ ദ ട്രെയിൻ അറ്റ് 12 o'clock. ഐ ഗോട്ട് ഓൺ ദ ട്രെയിൻ അറ്റ് 12 o'clock. ഞാൻ 12 മണിക്ക് ട്രെയിൻ കയറി. ഇനി ബസ് കയറി എന്നാണെങ്കിലും ഐ ഗോട്ട് ഓൺ ദ ബസ് അറ്റ് 12 o'clock. ഓക്കെ, നമുക്ക് മാറ്റി കൊടുക്കാം. രാവിലെ 7 മണി ആയപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി. ഇവിടെ കൃത്യസമയമല്ല, അതായത് 7 മണി ആകുമ്പോഴേക്കും എന്നുള്ളതാണല്ലോ. അപ്പം അതിന് മുമ്പായിട്ട് എന്നുള്ളതാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഐ റീച്ച്ഡ് ഹോം ബൈ 7 AM. ഐ റീച്ച്ഡ് ഹോം ബൈ 7 AM. ആയപ്പോഴേക്കും അല്ലെങ്കിൽ ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് മ്പോഴേക്കും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ബൈ ആണ് യൂസ് ചെയ്യേണ്ടത്. കൃത്യസമയമാണെങ്കിൽ നമുക്ക് അവിടെ അറ്റ് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ രാവിലെ 7 മണി ആയപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി. അല്ലേ, അപ്പം ഐ റീച്ച്ഡ് ഹോം ബൈ 7 AM എന്ന് വേണം പറയാൻ കേട്ടോ. വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, 8 മണിക്ക് ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. 8 മണിക്ക് ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. ഞാൻ റെഡിയായി. ഐ ഗോട്ട് റെഡി ടു ഗോ ടു ദ ഓഫീസ് അറ്റ് 8 o'clock. 10 മണി ആയപ്പോഴേക്കും ഞാൻ ഓഫീസിലെത്തി. എങ്ങനെ പറയാ? 10 മണി ആയപ്പോഴേക്കും ഞാൻ ഓഫീസിലെത്തി. ഐ റീച്ച്ഡ് ദ ഓഫീസ് ബൈ 10 o'clock. അല്ലെ, ബൈ ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ റീച്ച്ഡ് ദ ഓഫീസ് ബൈ 10 o'clock. 10 മണി ആയപ്പോഴേക്കും ഞാൻ ഓഫീസിലെത്തി. ഓക്കെ, 10:30 മണിക്ക് ഞാൻ ജോലി തുടങ്ങി. 10:30 മണിക്ക് ഞാൻ ജോലി തുടങ്ങി. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളുടെയും ഓരോരോ ടൈം ബേസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ കൃത്യസമയം പറയുന്ന സമയത്ത് അറ്റ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ആയപ്പോഴേക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ബൈ യൂസ് ചെയ്യാം. ഇനി ഇത്രയും സമയത്തിന് ഉള്ളിൽ എന്നൊക്കെ പറയുമ്പം അതിന് വേറൊരു യൂസേജ് ഉണ്ട്. ഓക്കെ, 10:30 മണിക്ക് ഞാൻ ജോലി തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് വർക്ക് അറ്റ് 10:30. ഐ സ്റ്റാർട്ടഡ് വർക്ക് അറ്റ് 10:30. 10:30 മണിക്ക് ജോലി തുടങ്ങി. ഓക്കെ, ഇവിടെയും കൃത്യസമയമാണ്. ഇനി നമുക്ക് കുറച്ച് ലോങ് സെന്റൻസ് നോക്കാം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ പറയാണ്, ഞാൻ പുറത്തു പോകാനിരിക്കുമ്പോൾ സൈനബ ഇവിടെ വന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോയി. ഞാൻ പുറത്തു പോകാനിരിക്കുകയായിരുന്നു, അപ്പോൾ സൈനബ ഇവിടെ വന്നു. നെയിം ഒരു എക്സാമ്പിൾ ആണ്. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ വന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോയി. എങ്ങനെ പറയാം? അതായത് ഞാൻ പുറത്തു പോകാനിരിക്കുന്ന ആ സമയമാണല്ലോ, ഇരിക്കുകയായിരുന്നു എന്നാണ്. പാസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഐ വാസ് അബൌട്ട് ടു ഗോ ഔട്ട്. ഞാൻ പുറത്തു പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വെൻ യൂസ് ചെയ്ത് പറയാറുണ്ട്. പക്ഷേ ഇതൊരു സ്പോക്കൺ ഇംഗ്ലീഷ്, അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് അതിനൊരു കൺജക്ഷൻ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? ബട്ട് ദെൻ എന്നുള്ളതാണ്. ഇതിന് പല മീനിങ്ങുകളും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സംസാരത്തിൽ ഏറ്റവും ഫ്ലുവൻ്റ് ആയി വരുന്നത് ബട്ട് ദെൻ എന്നുള്ളതാണ്. എന്നാൽ പിന്നീട്, അതുപോലെ അപ്പോഴേക്കും എന്നുള്ളൊക്കെ മീനിങ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വെൻ യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു കൺജക്ഷൻ യൂസ് ചെയ്ത് പറയാം. ഐ വാസ് അബൌട്ട് ടു ഗോ ഔട്ട് ബട്ട് ദെൻ സൈനബ കെയിം ഹിയർ. അല്ലേ, ഞാൻ
പുറത്തു പോകാനിരിക്കുകയായിരുന്നു, അപ്പോഴേക്കും സൈനബ ഇവിടെ വന്നു. സോ വി വെന്റ് ഔട്ട് ടുഗദർ. സോ വി വെന്റ് ഔട്ട് ടുഗദർ. അപ്പൊ ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സെന്റൻസ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഐ വാസ് അബൌട്ട് ടു ഗോ ഔട്ട് വെൻ സൈനബ കെയിം ഹിയർ, സോ വി വെന്റ് ഔട്ട് ടുഗദർ. ഇങ്ങനെ പറഞ്ഞാൽ തെറ്റല്ല, പക്ഷെ എപ്പോഴും നമുക്ക് ബട്ട് ദെൻ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി നമുക്ക് ബട്ട് ദെൻ യൂസ് ചെയ്തിട്ട് കുറച്ച് സെന്റൻസ് നോക്കാം. ഞാൻ ഉറങ്ങാനിരിക്കുകയായിരുന്നു, പക്ഷെ അപ്പോഴാണ് അവൾ വിളിച്ചത് എന്നിങ്ങനെ പറയാം. ഐ വാസ് അബൌട്ട് ടു സ്ലീപ്പ് ബട്ട് ദെൻ ഷി കോൾഡ് മീ. ഓക്കെ, ഞാൻ പുറത്തു പോവുകയായിരുന്നു, പക്ഷേ അപ്പോഴേക്കും മഴ തുടങ്ങി എന്ന് പറയാറുണ്ടല്ലോ. പോവുകയായിരുന്നു എന്നാണ് കേട്ടോ. ഇത് പോകാനിരിക്കുകയായിരുന്നു എന്നല്ല, പോവുകയായിരുന്നു എന്നാണ്. ഐ വാസ് ഗോയിങ് ഔട്ട് ബട്ട് ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അല്ലേ, ഐ വാസ് ഗോയിങ് ഔട്ട് ബട്ട് ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഞാൻ പുറത്ത് പോവുകയായിരുന്നു, പക്ഷെ അപ്പോഴേക്കും മഴ തുടങ്ങി. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയായിരുന്നു, അപ്പോഴേക്കും കറണ്ട് പോയി. പറയാറുണ്ടല്ലോ, ഞങ്ങൾ ഉറങ്ങാൻ പോവുകയായിരുന്നു. വി വേർ, ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. വി വേർ അബൌട്ട് ടു സ്ലീപ്പ്. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയായിരുന്നു, അല്ലേ. അപ്പോഴേക്കും ബട്ട് ദെൻ ദ പവർ വെന്റ് ഓഫ്. ബട്ട് ദെൻ ദ പവർ വെന്റ് ഓഫ്. വി വേർ അബൌട്ട് ടു സ്ലീപ്പ് ബട്ട് ദെൻ ദ പവർ വെന്റ് ഓഫ്. അല്ലെ, ഞങ്ങൾ ഉറങ്ങാനിരിക്കുകയായിരുന്നു, അപ്പോഴേക്കും കറണ്ട് പോയി. അവൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു, പക്ഷെ പിന്നെ തിരക്കായില്ലേ. പക്ഷെ പിന്നെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇതിന് നമ്മൾ ബട്ട് ദെൻ എന്ന് യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ അവൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. ഹി വാസ് അബൌട്ട് ടു കോൾ യു. അവൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. ബട്ട് ദെൻ ഹി ഗോട്ട് ബിസി. ബട്ട് ദെൻ ഹി ഗോട്ട് ബിസി. അപ്പോഴേക്കും തിരക്കായി, അവന് തിരക്കായി എന്നാണ്. ഓക്കെ, ഞാൻ പഠിക്കാൻ പോവുകയായിരുന്നു, പക്ഷെ അപ്പോഴാണ് എന്റെ കസിൻ വന്നത്. ഞാൻ പഠിക്കാനിരിക്കുകയായിരുന്നു. ഐ വാസ് അബൌട്ട് ടു സ്റ്റഡി. ഞാൻ പഠിക്കാനിരിക്കുകയായിരുന്നു, പക്ഷെ അപ്പോഴാണ് ബട്ട് ദെൻ മൈ കസിൻ അറൈവ്ഡ്. മൈ കസിൻ അറൈവ്ഡ്. അപ്പോഴാണ് എന്റെ കസിൻ വന്നത്. സിമ്പിൾ ആണല്ലോ. ഐ വാസ് അബൌട്ട് ടു സ്റ്റഡി ബട്ട് ദെൻ. ഞാൻ കുളിക്കാൻ പോവുകയായിരുന്നു, പക്ഷെ അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ഞാൻ കുളിക്കാനിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ഐ വാസ് അബൌട്ട് ടു ടേക്ക് എ ബാത്ത്. ഐ വാസ് അബൌട്ട് ടു ടേക്ക് എ ബാത്ത് ബട്ട് ദെൻ മൈ ഫോൺ റാങ്. അല്ലെ, ഫോൺ ബെല്ലടിച്ചത് എന്നാണ്, കഴിഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് തന്നെ മൈ ഫോൺ റാങ്. അല്ലെ, ഐ വാസ് അബൌട്ട് ടു ടേക്ക് എ ബാത്ത് ബട്ട് ദെൻ മൈ ഫോൺ റാങ്. അവൻ ഇരിക്കാൻ പോവുകയായിരുന്നു. അല്ലെ, അവന് എല്ലാം കഴിഞ്ഞൊന്നിരിക്കാൻ പോവുകയായിരുന്നു, പക്ഷെ അപ്പോഴാണ് ആരോ അവനെ വിളിച്ചത്. അപ്പോഴാണ് ആരോ അവനെ വിളിച്ചത്. അവൻ ഇരിക്കാൻ പോവുകയായിരുന്നു, പക്ഷെ അപ്പോഴാണ് ആരോ അവനെ വിളിച്ചത്. എങ്ങനെ പറയാം? ഹി വാസ് അബൌട്ട് ടു സിറ്റ് ഡൗൺ ബട്ട് ദെൻ സംവൺ കോൾഡ് ഹിം. അല്ലെ, ആരോ, സംവൺ. ബട്ട് ദെൻ സംവൺ കോൾഡ് ഹിം. പക്ഷെ അപ്പോഴാണ് അവനെ ആരോ വിളിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും സെന്റൻസ് ക്ലിയർ ആയല്ലോ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സെന്റൻസ് തരാം കേട്ടോ. അവൾ ഭക്ഷണം ഉണ്ടാക്കാനിരിക്കുകയായിരുന്നു, പക്ഷേ അതിനിടെ അതിഥികൾ വന്നു. അതിനിടെ ഇങ്ങനെയും പറയാറുണ്ട്. പക്ഷെ അപ്പോൾ അതിഥികൾ വന്നു. അല്ലേ, ഇങ്ങനെയും പറയാറുണ്ട്. അപ്പം ഈ പക്ഷേ, അപ്പോൾ, പക്ഷേ എന്നാൽ, പക്ഷേ അതിനിടെ, ബട്ട് ദെൻ എന്ന് പറയുമ്പം ഇത്രയും മീനിങ്ങുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം അവൾ ഭക്ഷണം ഉണ്ടാക്കാനിരിക്കുകയായിരുന്നു, പക്ഷേ അതിനിടെ അതിഥികൾ വന്നു. എങ്ങനെ പറയാ, ഒന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയും സെന്റൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.